പൃഥു മഹാരാജാവ് അവിടെ തന്നെ സ്തുതിച്ചതായ സൂത മാഗധന്മാർക്കും അതുപോലെ തന്നെ അവിടെ വന്നു ചേർന്നതായ ഋഷിജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും സന്യാസി ശ്രേഷ്ഠന്മാർക്കുമെല്ലാം വളരെ നല്ല രീതിയിൽ സമ്മാനങ്ങളും അതുപോലെ തന്നെ ദാനങ്ങളും ധർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. അവിടെ അർഹതപ്പെട്ടവർക്ക് അർഹമായ രീതിയിൽ ആവശ്യമായ പദാർത്ഥങ്ങളെയൊക്കെ രാജാവ് കൊടുക്കുകയുണ്ടായി. കൊട്ടാരത്തിൽ രാജഭരണം ആരംഭിച്ചുവെന്നും രാജാവ് ഉണ്ടായി എന്നും ഉള്ള വിവരം അറിഞ്ഞ പ്രജകൾ സംഘമായിട്ട് രാജസന്നിധിയിലെത്തി സങ്കടത്തെ അറിയിപ്പിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, മഹാരോഗങ്ങളാലും പട്ടിണികളെ കൊണ്ടും പ്രജകൾ ഒന്നൊന്നായി ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങയെ ശരണം പ്രാപിക്കുന്നു. പ്രജകളെ രക്ഷിക്കണമേ. ഇപ്രകാരമുള്ള പ്രജകളുടെ വാക്കുകേട്ട് കാര്യം മനസ്സിലാക്കിയ മഹാരാജാവ് ദാരിദ്ര്യം കാരണം അതുപോലെ മറ്റ് ദോഷങ്ങൾ കാരണം രാജ്യത്തിൽ വന്നു ഭവിച്ച അനർത്ഥങ്ങളെ നല്ലതുപോലെ കേട്ടറിഞ്ഞു. അപ്പോ ആയതിൻ്റെ പ്രശ്നപരിഹാരത്തെ ചെയ്തു കൊടുക്കേണ്ടത് രാജ്യധർമ്മമാണ്. അല്ലാതെ തൻ്റെ ധർമ്മം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് താൻ അതിനാളല്ല എന്ന് പറഞ്ഞ് തൻ്റെ അധികാരത്തെ അവഗണിക്കുവാൻ രാജാവ് പാടുകയില്ല. പ്രജകളിൽ നിന്ന് രാജ്യത്ത് വന്നു ഭവിച്ചതായിരിക്കുന്ന ആപത്തുകളെ കുറിച്ചിട്ട് അറിയുകയാണ്. അപ്പോ രാജാവ് പ്രജകളെല്ലാം സങ്കടം പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ മന്ത്രിസഭ വിളിച്ചുകൂട്ടി. രാജ്യത്ത് വന്നു ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക് എന്താണ് പ്രത്യേക കാരണം എന്ന് ആശയവിനിമയം ചെയ്ത് അവരോടെല്ലാം അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായവും ശാസ്ത്രധർമ്മങ്ങളിൽ നിന്നുകൊണ്ടുള്ള അറിവുകളും അറിയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രാജാവ് ആവശ്യപ്പെട്ടു. താൻ ഈശ്വരന്റെ അവതാരമാണ് എങ്കിലും മനുഷ്യകുലത്തിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യോചിതമായിരിക്കുന്ന ധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് വേണം മനുഷ്യലോകത്തിൽ ജീവിതം തുടർന്നു പോകുവാനും ധർമ്മം പ്രചരിപ്പിക്കുവാനും. ആ വ്യക്തമായ കർത്തവ്യബോധം ഉള്ളതുകൊണ്ട് തന്നെ രാജാവ് ഗുരുജനങ്ങളോടും അതുപോലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും അവരവരുടെ അഭിപ്രായം ആരായുകയാണ് ചെയ്തത്. അപ്പോ സാധുക്കളായിരിക്കുന്ന ഗുരുജനങ്ങൾ പറഞ്ഞു, ധർമ്മം നശിക്കുക കൊണ്ട് ഭൂമിദേവി വിത്തുകളുടെ വീര്യമെല്ലാം വലിച്ചെടുക്കുക കാരണം വിളവില്ലാതെ വരികയാണ്. അധർമ്മം വർദ്ധിച്ചതുകൊണ്ട് ധർമ്മത്തിന്റെ അഭാവം നേരിട്ടപ്പോൾ ഭൂമിദേവി തന്നെ സ്വയം ധാന്യങ്ങളെയും
അതുപോലെ തന്നെയുള്ള സമൃദ്ധികളെയും തന്നിലേക്ക് വലിച്ചെടുത്ത് സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ പൃഥ്വിരാജാവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ആയതുകൊണ്ട് ഭൂമിദേവിയിൽ നിന്ന് തന്നെ ആയവയെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് രാജാവ് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ താൻ രാജാവാണ്, പ്രജകളുടെ സംരക്ഷണം ഇതാണ് തൻ്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കുവാൻ മുന്നിൽ പ്രതിബന്ധമായി നിൽക്കുന്നത് ഇപ്പോൾ ഭൂമിദേവിയാണ്. ഭൂമിദേവിയാണെങ്കിലും താൻ ഇവിടെ ധർമ്മത്തിൻ്റെ രൂപമായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. താൻ ഭരണം തുടങ്ങിയ നിമിഷം മുതലെങ്കിലും ദേവിക്ക് ഈ വിളവുകളെല്ലാം തിരിച്ചു തരാവുന്നതായിരുന്നു. അപ്പം അത് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രോധത്തോടു കൂടിയിട്ട് വെല്ലുമമ്പെടുത്ത് ഭൂമിദേവിയെ തെരഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഭൂമിദേവി പേടിച്ചു വിറച്ചുകൊണ്ട് അമ്മ പരാശക്തി ഒരു പശുവിൻ്റെ രൂപമെടുത്തുകൊണ്ട് ഓടുവാൻ തുടങ്ങി. രാജാവ് ഇവിടെ വിഷ്ണുവിൻ്റെ അവതാരമാണ്. രാജാവിന് അറിയാമല്ലോ പരമാർത്ഥം. എങ്കിലും ഇവിടെ രാജാവ് പശു എവിടെയെല്ലാം ഏത് ദിക്കുകളിലേക്കൂടെയെല്ലാം ഓടിയോ അതിൻ്റെയൊക്കെ മുൻപിൽ കോദണ്ഡപാണിയായിട്ട് അമ്പും വില്ലും പിടിച്ചുകൊണ്ട് രാജാവ് ഉണ്ട്. അപ്പോ ഇത് കണ്ടപ്പോൾ ഭൂമിദേവി രാജാവിൻ്റെ കാൽക്കൽ വീണ് ശരണം പ്രാപിച്ചു. ശരണം പ്രാപിച്ചപ്പോഴോ ശരണം പ്രാപിക്കുക മാത്രമല്ല, ഭൂമിദേവി ഒന്ന് സ്തുതിക്കുക കൂടി ചെയ്തു, പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തു. ഇപ്പൊ നമ്മളും ക്ഷീണിച്ചിരിക്കുമ്പോൾ കുറച്ച് ഏതെങ്കിലും കഠിനാധ്വാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശ്രമമൊക്കെ ചെയ്ത് ക്ഷീണമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് കുറച്ച് മുഖസ്ഥിതി ചെയ്താൽ ഒരു ഉണർവ് കിട്ടും, അല്ലേ? ഒരു ഉത്തേജനം കിട്ടും, അതിലൊരു സുഖമുണ്ടല്ലോ. എന്തായാലും ഭൂമിദേവിക്ക് ഈ സൂത്രം അറിയാമെന്നാണ് തോന്നണത്. ഭൂമിദേവി രാജാവിനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നോ? പണ്ട് വരാഹാവതാരത്തിൽ അവിടുന്ന് എന്നെ രക്ഷിച്ചു, ഇപ്പതാ എന്നെ നിഗ്രഹിക്കാൻ വരുന്നു. കരുണാമൂർത്തിയായിരിക്കുന്ന അവിടേക്ക് യോജിച്ച ധർമ്മമാണോ അങ്ങിപ്പോ ചെയ്യുന്നത്? ഒരു സമയത്ത് രക്ഷിക്കുക, പിന്നൊരു സമയത്ത് ശിക്ഷിക്കുക. ഇത് ഭൂഷണമാണോ? ശിക്ഷയും രക്ഷയും അങ്ങ് തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഭൂഷണമാണോ? ഇനി മാത്രമല്ല, വിശേഷിച്ചും ഞാനൊരു സ്ത്രീയല്ലേ, സ്ത്രീവധം നിന്ദ്യമല്ലേ? അല്ല, അങ്ങ് എന്നെ, ഈ നിരപരാധിയായ എന്നെ കൊല്ലരുതെന്ന് മാത്രം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ നശിച്ചാൽ നിന്തിരുവടിയുടെ പ്രജകളും നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങ് എന്നെ ശിക്ഷിക്കരുത്, കൊല്ലരുത്. ഇപ്രകാരം ഭൂമിദേവി പറഞ്ഞപ്പോൾ വാക്കുകളെ സശ്രദ്ധം ശ്രദ്ധിച്ച് കേട്ട പൃഥുമഹാരാജാവ് പറഞ്ഞു, തെറ്റ് ചെയ്യുന്നതാരായാലും ശിക്ഷിക്കുന്നത് രാജധർമ്മമാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദങ്ങളില്ല. ഞാനിവിടെ രാജാവായി വന്നിരിക്കുകയാണ്. ഞാൻ ഭരിക്കുന്ന സമയത്ത്
ഇവിടെ അധർമ്മം, അനീതി, അക്രമം, അവിഹിത കർമ്മങ്ങൾ അത് ചെയ്യുന്നത് ആരായാലും, പണ്ഡിതനായാലും പാമരനായാലും, ഗുരുവായാലും ശിഷ്യരായാലും, അതിനെ ശിക്ഷിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന എൻ്റെ ധർമ്മമാണ്, രാജാവിൻ്റെ കടമയാണ്. രാജാവ് കടമയിൽ നിന്നും വ്യതിചലിച്ചാൽ ഇന്ന് മൂഢവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും പേരിൽ ആളുകൾ പിന്തുടർന്ന അനാചാരങ്ങൾ, അനാശാസ്യ പ്രവണതകളും കർമ്മങ്ങളും നാളെ അത് വേറൊരു വിധത്തിലുള്ള ആചാരങ്ങളായിട്ട് പരിണമിക്കുകയും ആ ആചാരങ്ങൾ വരും തലമുറകൾ അനുകരിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സഭ്യമായ ആചാരവും അസഭ്യമായ ആചാരവും എന്ന് വെച്ചാൽ സദാചാരവും ദുരാചാരവും അനാചാരവും ആചാരവും എന്തെന്ന് വ്യക്തമായിട്ട് അറിയുവാൻ ഒരു രാജാവിനെ കഴിയും. ആ രാജധർമ്മബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പൃഥു മഹാരാജാവ് ഭൂമിദേവിയുടെ വിവരങ്ങളെ പറയുന്നത്. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ എനിക്ക് നോട്ടമില്ല. രാജരക്ഷ, രാജധർമ്മം, പ്രജകളുടെ സമൃദ്ധിയും സമാധാനവും സംഗ്രഹം എന്ന് വെച്ചാൽ അവർ ഒന്നിച്ച് ഏകമനസ്സോടുകൂടി ജീവിതധർമ്മം തുടരുവാനുള്ള വ്യവസ്ഥയും ചെയ്തു കൊടുക്കേണ്ടത് രാജ്യധർമ്മമാണ്. ഇപ്പോൾ എൻ്റെ രാജ്യധർമ്മത്തിന് തടസ്സമായി വന്നിരിക്കുകയാണ് ഭൂമിദേവിയുടെ പ്രവർത്തനം. ആയതുകൊണ്ട് തന്നെ മേദിനിയായ നിന്നെ കൊന്ന് നിന്റെ മേധസ്സിനെ കൊണ്ട് ഞാൻ എൻ്റെ പ്രജകളുടെ വിശപ്പടക്കാം. മാത്രമല്ല നിന്നെപ്പോലെ മറ്റൊരു ഭൂമിയെ സൃഷ്ടിച്ച് ഞാൻ എൻ്റെ പ്രജകളെ പരിപാലിക്കും. ഇപ്രകാരം പൃഥ്വിരാജാവിൻ്റെ വാക്കുകൾ കേട്ട് ധീരയായ ഭൂമി അദ്ദേഹത്തെ വീണ്ടും സ്തുതിക്കുകയും സ്തുതിയിലൂടെ രാജാവിനെ സംതൃപ്തനാക്കി തീർക്കുകയും ചെയ്തു. ഭൂമിദേവി പറഞ്ഞു, രാജ്യരക്ഷ ചെയ്യുവാൻ ധർമ്മിഷ്ഠരായിരിക്കുന്ന ഭരണാധികാരികൾ ഇല്ലാത്തപ്പോൾ ഓഷധികളെയും അതുപോലെ സമൃദ്ധിക്ക് ആവശ്യമായിരിക്കുന്ന ധർമ്മത്തെയും സംരക്ഷിക്കേണ്ടത് എൻ്റെ ദൗത്യമല്ലേ? ഭൂമിദേവിയായ എൻ്റെ ദൗത്യമല്ലേ? ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുകയല്ലേ ഇപ്പോൾ ഇവിടെ ചെയ്തത്? അനീതിയും അരാജകത്വവും അതുപോലെ തന്നെ അധർമ്മവും അക്രമവും ഭൂമിയിൽ നടനം ചെയ്ത സമയത്താണ് ഭൂമിയിലെ വിഭവങ്ങളെല്ലാം ഞാൻ എന്നിലേക്ക് തിരിച്ചെടുത്തത്. അപ്പോൾ അവിടുന്ന് വാസ്തവത്തിൽ എന്നെ ശിക്ഷിക്കുകയാണോ വേണ്ടത്? എന്നെയും സ്തുതിക്കുകയും രക്ഷിക്കുകയും അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെ സ്തോത്രപ്രിയനായ ഭഗവാന്റെ ക്രോധം മുഴുവനും ഈ സ്തുതിയെ കൊണ്ടും തീർന്നിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഭൂമിദേവി പറഞ്ഞു, പുഷ്പങ്ങളിൽ മുള്ളുകളുണ്ടെങ്കിലും അതിനെ തൊടാതെ വണ്ടുകൾ തേനിനെ മാത്രം എടുക്കുന്നു അല്ലേ? ഇതുപോലെ താരഗ്രാഹിയായ അവിടുന്ന് ദോഷത്തെ മറന്ന് ഗുണങ്ങളെ സ്വീകരിക്കണം. നിരീശ്വരവാദികളായ ദുഷ്ടന്മാരെ ഓഷധികളെ
ഉദരപൂരണത്തിന് മാത്രം ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അവയെല്ലാം ഞാൻ എന്നിൽ തന്നെ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും പേരിൽ ഈശ്വരനിന്ദയെ, ആത്മനിന്ദയെ, സദാചാര നിന്ദയെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഞാൻ എങ്ങനെ അന്നം വിളമ്പും, ആഹാരം കൊടുക്കും? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി ആ സമ്പത്തുകളെയെല്ലാം, ഔഷധികളെയെല്ലാം ഞാൻ എന്നിൽ സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. അവ ഇനിയും എന്നിൽ നിന്നും അങ്ങേക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യുക. ഗോരൂപിണിയായ എന്നിൽ നിന്നും പ്രജകൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കറുത്തെടുത്താലും, അവിടുന്ന് കറവയിലൂടെ കറന്നെടുത്തോളൂ എന്ന് പറയുകയാണ്. ഇനി അങ്ങെനിക്ക് പശുക്കുട്ടിയെ കൽപ്പിച്ചു തന്നാൽ ആവശ്യമുള്ളത് ആവശ്യമായവർക്ക് ആവശ്യം പോലെ ഞാൻ ചുരത്തി തന്നുകൊള്ളാം. ഇഷ്ടം പോലെ അവിടുന്ന് എന്നിൽ നിന്ന് കറന്നെടുത്തുകൊള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് മഹാരാജാവ് സംതൃപ്തനായി പശുരൂപത്തിൽ നിൽക്കുന്ന ഭൂമിയിൽ മഹാരാജാവിന്റെ നേതൃത്വത്തിൽ കറവ ആരംഭിച്ചു. സ്വയംഭൂ മനുവിനെ പശുക്കുട്ടിയാക്കി കൽപ്പിച്ച് മനുഷ്യർക്ക് വേണ്ടതായ സർവ ഔഷധികളെയും കറന്നെടുത്തു. മനുവാണ് അവിടെ കിടാവായത്. പിന്നെ ദേവന്മാർക്ക് ആവശ്യമായത് ഇന്ദ്രനെ കിടാവാക്കിക്കൊണ്ട് കറന്നെടുക്കുകയും ചെയ്തു. അമൃതിനെയും അവർക്ക് ആവശ്യമായതൊക്കെ. അസുരന്മാരും പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കിയിട്ട് മദ്യത്തെയും കറന്നെടുത്തു. ഇതുപോലെ സിദ്ധന്മാര്, ചാരണന്മാര്, പക്ഷികള്, മൃഗങ്ങള് തുടങ്ങിയ എല്ലാ പേരും അവരവരിൽ പ്രധാനികളെ പശുക്കുട്ടിയാക്കിയിട്ട് ഇഷ്ടമുള്ളതിനെയെല്ലാം കറന്നെടുത്തു. നോക്കൂ, ഇവിടെ ഒരേ അകിട്ടിൽ നിന്നു തന്നെയാണ് അമൃത്, മദ്യം, വിഷം തുടങ്ങിയ വിഭിന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരേ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. ഒരേ ഭൂമിയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ, പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം വാസ്തവത്തിൽ എന്താണ്? കുടിക്കുന്ന കുട്ടിയുടെ ഭേദമാണ്. ആചരിക്കുന്നവരുടെ ആചാരം അത് ധാർമ്മികമല്ലെങ്കിൽ അവിടെ അധർമ്മമാണ് നടനം ചെയ്യുക. ഇവിടെ അതുകൊണ്ട് സർവകാമദുഃഖയായി ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയാൽ സത്സംഗദ്വാര നിങ്ങൾ ഭഗവത് ഭക്തിയെ തന്നെ സമ്പാദിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ശുകബ്രഹ്മർഷി പരീക്ഷിത്തിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ സുഹൃതത്തിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ മനുഷ്യജന്മം കിട്ടുന്നത്. അത് വാസ്തവത്തിൽ എന്തിനു വേണ്ടി ലഭിക്കുന്നതാണ്? വീണ്ടും ഒരു ജന്മം എടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്. വീണ്ടും ഒരു ജന്മം എടുക്കാതിരിക്കണമെങ്കിലോ പരിപൂർണമായിട്ടും ബ്രഹ്മനിഷ്ഠയെ, ആത്മനിഷ്ഠയെ, സത്യനിഷ്ഠയെ താൻ ബോധിക്കുക തന്നെ വേണം. അത് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം മുതലായ ആശ്രമങ്ങളിലൂടെ അത് ബോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ധർമ്മം ചെയ്യുകയും അവിടെ നിന്നും അത് പൂർണ്ണമായിട്ടും ബോധിച്ചിട്ടില്ലെന്ന് വരികയിൽ സന്യാസാശ്രമത്തെ സ്വീകരിക്കുകയും, അങ്ങനെ സന്യാസാശ്രമത്തെ സ്വീകരിച്ചു തന്നെ ധർമ്മത്തെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് സനാതനധർമ്മത്തിന്റെ കാഴ്ചപ്പാട്. കാരണം വിവിധ ദർശനങ്ങളും
കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വൈദിക സംസ്കാരത്തെയാണ് പോഷിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. വൈദിക സംസ്കാരത്തിലെ ധർമ്മം ഇന്നലെകളിലുള്ളവര് അത് തുടർന്നുവോ തുടർന്നില്ലയോ എന്നൊന്നും നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല. ഇന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആശ്രമങ്ങളും സന്യാസിമാരും സന്യാസവും ഉണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധുജനങ്ങളിൽ നിന്നും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സദാചാരത്തെ, സദ്ധർമ്മത്തെ പോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്, കടമയാണ്. ഭൂമിദേവിയുടെ പ്രവൃത്തിയിൽ അങ്ങനെ പൃഥു ഏറ്റവും സന്തോഷിച്ച് ആ സ്വന്തം മകളെ പോലെ ലാളിക്കുകയും ചെയ്തു. പിന്നീട് ഭൂമിയിൽ തിങ്ങി നിന്നിരുന്ന മലകളെയെല്ലാം സ്വന്തം വില്ലുകൊണ്ട് തട്ടി നിരത്തി അങ്ങനെ ജനങ്ങൾക്ക് വീട് കെട്ടി താമസിക്കുവാൻ ഉള്ള സൗകര്യങ്ങളെ ഉണ്ടാക്കി. അങ്ങനെ തൻ്റെ ഭരണത്തിൽ പല പരിഷ്കാരങ്ങളും പൃഥു വരുത്തി. പൃഥു രാജ്യം ഭരിക്കുക കാരണം ജനങ്ങളെല്ലാം പരമസന്തുഷ്ടന്മാരായിട്ട് തീരുകയും ചെയ്തു. അങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ ഭരണത്താൽ ദാരിദ്ര്യം, രോഗം തുടങ്ങിയവ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാതായി. ആ പൂർത്തീകരണം, ധർമ്മത്തിൻ്റെ പൂർണ്ണമായ ആചരണം കൊണ്ട് നാട് സർവസമ്പദ് സമൃദ്ധമായി പരിശോഭിക്കുവാൻ തുടങ്ങി. പിന്നീട് സത്കർമ്മങ്ങളെ കൊണ്ട് ഐശ്വര്യത്തെ ഭദ്രമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് 100 യാഗങ്ങൾ തന്നെ ചെയ്യുവാൻ പൃഥു മഹാരാജാവ് നിശ്ചയിച്ചു. അങ്ങനെ സരസ്വതീ തീരത്തിൽ ശാല കെട്ടി യാഗം ആരംഭിച്ചു. അപ്പോഴോ ത്രിമൂർത്തികളും ഇന്ദ്രാദി ദേവന്മാരും നാരദാദി മഹർഷിമാരും ശാലയിൽ പ്രത്യക്ഷമായിരുന്നു. അങ്ങനെ 99 യാഗവും ഗംഭീരമായി തന്നെ കഴിഞ്ഞു. 100ാമത്തെ യാഗം തുടങ്ങിയപ്പോഴോ അസൂയമൊത്ത ദേവേന്ദ്രൻ തൻ്റെ സ്ഥാനഭ്രംശത്തിൽ ശങ്കിതനായി യാഗം മുടക്കുവാൻ ശ്രമിച്ചു. 100 യാഗങ്ങൾ പൂർത്തീകരിക്കുന്നവരാണ് അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത യുഗത്തിൽ ആരായിത്തീരുന്നത്? ദേവേന്ദ്രനായിട്ട് തീരുന്നത് എന്നാണ്. അപ്പൊ ദേവേന്ദ്രന്റെ സ്ഥാനത്തിന്, പദവിക്ക് ഭംഗം വരും. അതുകൊണ്ട് ദേവേന്ദ്രൻ അത്ര പെട്ടെന്നൊന്നും ആരെക്കൊണ്ടും 100 യാഗം ചെയ്യുവാൻ സമ്മതിപ്പിക്കുകയില്ല. ഇവിടെ വാസ്തവത്തില് സത്വഗുണമുള്ളവരിൽ പ്രധാനിയാണ് ഇന്ദ്രൻ. ദേവന്മാരെ രജോഗുണികളായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ സത്വഗുണത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ദേവന്മാരെ പൊതുവെ പറയുക. അതിൽ പ്രധാനിയായിട്ട് വിഷ്ണു ഭഗവാനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ദേവേന്ദ്രനെ, കാരണം ദേവന്മാരുടെ നാഥനായിട്ട് ഇന്ദ്രനായിട്ട് ദേവേന്ദ്രനെയാണ് പറയുന്നത്. അപ്പൊ ആ ദേവേന്ദ്രൻ സത്വഗുണമൂർത്തിയാണെങ്കിൽ ഇവിടെ എന്താണ്? അത്യുത്തമരായിരിക്കുന്ന ദേവഗുണമുള്ളവരിൽ കൂടിയും എന്താ ഈ അസൂയ എന്ന് പറയുന്ന മനോരോഗം വിട്ടുമാറുകയില്ല എന്നാ പറയുന്നത്. പിന്നെ അല്പാഭിമാനികളായിരിക്കുന്ന മനുഷ്യരായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താ പറയുക, വിശ്വസിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലൊരു പ്രൗഢി, പ്രതാപം, ഐശ്വര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഞാൻ തന്നെയാണ് സർവേശ്വരൻ എന്നുവരെയൊക്കെ അവർ പറഞ്ഞു കളയും. വാസ്തവത്തിൽ അതിനെയൊക്കെ മനോരോഗമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിന്റെ സമചിത്തത, സമനില ഉള്ളവർക്ക് അറിയാം എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ്
അയഥാർത്ഥമെന്നും. എന്തായാലും ഇവിടെ മനോരോഗം, അസൂയ എന്ന് പറയുന്ന മനോരോഗം ഇന്ദ്രനും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മനോരോഗം മാറണമെങ്കിൽ എന്തു വേണം? മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമാകണമെങ്കിലോ കപിലോപദേശത്തിൽ നമുക്ക് ശ്രവിക്കുവാൻ സാധിച്ചു ഭക്തിയോഗം. ഭക്തി കൊണ്ടാണ് മനസ്സ് ശുദ്ധമാവുക എന്ന്. അങ്ങനെ ആ ദേവേന്ദ്രൻ മായ കൊണ്ട് യാഗശാലയിൽ ഇരുട്ട് സൃഷ്ടിച്ച് യാഗാശ്വത്തെ മോഷ്ടിച്ചു. സർവജ്ഞനായിരിക്കുന്ന അത്രി മഹർഷി ദേവേന്ദ്രന്റെ ഹീനകൃത്യം പൃഥുപുത്രനെ അറിയിച്ചു. വൃദ്ധനായ വിജിതാശൻ എന്ന പൃഥുപുത്രൻ ഇന്ദ്രന്റെ നേരെ ചെന്നു. പൃഥുപുത്രൻ വരുന്നത് കണ്ട് ഭീരുവായി ഇന്ദ്രൻ കപട സന്യാസി വേഷം കെട്ടി മാറി നിന്നു. പൗരോഹിത്യവും സന്യാസവും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. പൗരോഹിത്യ ധർമ്മമാണ് സന്യാസധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ടാണ്, തെറ്റിദ്ധരിച്ചിട്ടാണ് പലരും നമ്മുടെ സന്യാസിമാരെയും ലൗകികങ്ങളായിരിക്കുന്ന ലോകത്തിലെ വിഷയങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കുന്നതും അവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതും അവരെ അതിലേക്ക് പ്രവർത്തിപ്പിക്കുന്നതും. വാസ്തവത്തിൽ സന്യാസം എന്താണ്? നിഷ്കാമമായിട്ട് താൻ ബ്രഹ്മനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ബ്രഹ്മനിഷ്ഠയെ ബോധിക്കുവാൻ സഹായമായ ധർമ്മങ്ങൾ ആചരിച്ച് ഒരു ശരാശരി മനുഷ്യനെ പോലെ ജീവിക്കുന്നതാണ് സന്യാസം. അതായത് നമ്മുടെ ആശ്രമത്തിന്റെ അമ്പലത്തിൽ പറഞ്ഞതുപോലെ ജപം, പൂജ, യാഗം, ധ്യാനം എന്നുള്ള 4 സാധനങ്ങളുടെയും സമഗ്രമായ സ്വരൂപം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജ്ഞാനം ഓരോരുത്തർക്കും യോഗ്യമായ രീതിയിൽ അനുഭവിപ്പിക്കുവാൻ ഒരു ശ്രമമില്ലാത്ത പരിശ്രമം ചെയ്ത് ജീവിക്കുകയാണ് വാസ്തവത്തിൽ ഇക്കാലത്ത് സന്യാസിമാര് ചെയ്യേണ്ടത്. എന്തായാലും ഇവിടെ സന്യാസിയുടെ വേഷം കെട്ടിയിട്ടാണ് ഇന്ദ്രൻ തൻ്റെ ആ ആപത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ശ്രമിച്ചത്. എന്നിട്ട് സന്യാസ വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്തു? അപ്പോ മാറി നിന്നപ്പോഴോ വിജിതാശൻ കുതിരയെയും കൊണ്ട് മടങ്ങി. കാരണം സന്യാസിമാരെ രാജാക്കന്മാരെ ശിക്ഷിക്കാറില്ല. ശാപത്തെ ഭയന്നുകൊണ്ട് മാത്രമല്ല, ബ്രഹ്മഹത്യ പാപത്തെ ഭയന്നുകൊണ്ട് മാത്രമല്ല. സന്യാസിമാര് മറ്റ് ജീവന്മാരുടെ പ്രാരബ്ധങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലെ അധർമ്മത്തെ ചെയ്താലും അത് സന്യാസിയെ ബാധിക്കുന്നതല്ല എന്ന ഉത്തമ ബോധ്യം ധർമ്മം അറിയുന്നവർക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവരെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ മനസ്സുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഹീനകൃത്യങ്ങളെ ചെയ്താലും അവർ അടുത്ത നിമിഷം തന്നെ ആ പാപകർമ്മത്തിൽ നിന്നും മോചിക്കപ്പെടും. അതിനുള്ള തപസ്സും അതിനുള്ള ധർമ്മനിഷ്ഠയും അതിനുള്ള ആചാരവും അവരിലുണ്ട്. അതുകൊണ്ട് തന്നെ സന്യാസിയുടെ വേഷത്തിൽ അവിടെ ഇങ്ങനെ ആ യാഗാശ്വത്തിന്റെ അടുത്ത ആളെ കണ്ടപ്പോ അയാളെ ഉപദ്രവിക്കാതെ വിജിതാശൻ പശുവെ കൊണ്ട് യാഗാശ്വത്തെ കൊണ്ട് തിരിച്ചു പോകുകയാണ് ചെയ്തത്. വീണ്ടും യൂപത്തിൽ ബന്ധിച്ച കുതിരയെ വീണ്ടും ഇന്ദ്രൻ കപടപ്രയോഗത്തെ കൊണ്ട് മോഷ്ടിച്ചു. കാപട്യം കൊണ്ട് സ്വാർത്ഥം നേടുക എന്ന ദേവേന്ദ്രന്റെ നയം ബുദ്ധിഹീനന്മാർക്കൊരു ഉപദേശമായി. അതല്ലേ നല്ല വേഷം കെട്ടി പരവഞ്ചന ചെയ്ത് സുഖമായി ജീവിക്കുക, ഇതാണ് പാഖണ്ഡമതം. ഇന്നുമുണ്ട്. ഇപ്പൊ ഇവിടെ നല്ല വേഷം കെട്ടിയിട്ട് സന്യാസം വേണമെന്ന് നിർബന്ധമില്ല. കാരണം അഗ്നിയിൽ നമ്മൾ എങ്ങനെ തൊട്ടാലും പൊള്ളും എന്നുള്ളതാണ്. എന്ന പോലെ സന്യാസം കാപട്യത്തിന് വേണ്ടി സ്വീകരിച്ചാലും അവൻ ധർമ്മിഷ്ഠനായിട്ട് തീരും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള വേഷമൊന്നും കെട്ടാതെ തന്നെ സമൂഹത്തിലെ പ്രമാണിമാരായിട്ട് ചമഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തും ഓരോ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട്
നമ്മൾ ഈ ചില ആളുകളൊക്കെ അമ്മി കൊത്താനുണ്ടോ, കത്തി മൂർച്ച കൂട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് പോലെ ഓരോ ആളുകളുടെ അടുക്കിലേക്ക് വന്ന് സഹായ ആവശ്യമുണ്ടോ, സേവന ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വരും. എന്നിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന മുതലെടുപ്പുകൾ സൂത്രത്തിൽ നടത്തുകയും ചെയ്യും. അപ്പോ ഈ പാഖണ്ഡമതം വാസ്തവത്തിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ പോലും ഇപ്പൊ ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, അങ്ങനെ ഇന്ദ്രൻ യാഗത്തെ മുടക്കുവാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, പാഖണ്ഡമതം സൃഷ്ടിച്ച് ജനങ്ങളെ അധർമ്മത്തിലേക്ക് തിരിച്ചുവിടുക കൂടി ചെയ്തു. ഇത് കണ്ട് പൃഥ്വിരാജാവ് ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടി തന്നെ വില്ലെടുത്തു. അപ്പൊ യാഗത്തിലെ യജമാനനെ അന്യവധം നിഷേധിച്ചിരിക്കുന്നതിനാൽ ഇന്ദ്രനെ ഞങ്ങൾ വധിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഋത്വിക്കുകള് ശ്രുവത്താൽ ഇന്ദ്രനെ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ചു. ഇത് കണ്ട് ഭയപ്പെട്ട ഇന്ദ്രൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് പൃഥ്വിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ലയോ മഹാരാജാവേ, അങ്ങ് പ്രജാപാലനത്തിനായിട്ട് അവതരിച്ച ഭഗവാനാണ്. അതേപോലെ തന്നെ യജ്ഞൻ എന്ന പേരിൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് ദേവേന്ദ്രൻ. നിങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കരുത്. മത്സരം അവതാരമൂർത്തികൾ തമ്മിൽ തന്നെ ആയിത്തുടങ്ങിയാൽ പിന്നെ സാധാരണക്കാരുടെ കഥ എന്തായിരിക്കും? അതുകൊണ്ട് മോക്ഷധർമ്മജ്ഞനായ അങ്ങ് ഇന്ദ്രവധത്തിൽ നിന്നും വിരമിക്കണം. 100 യാഗത്തിന്റെ പുണ്യവും ഏകോനശതക്രതു എന്ന പേരും ഞാൻ അങ്ങേക്ക് അനുഗ്രഹിച്ച് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരമുള്ള ബ്രഹ്മാവിന്റെ വാക്കിനാൽ പൃഥു ശാന്തനായി അവഭൃത സ്നാനത്തോടുകൂടി യാഗം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിന്റെ സ്വഭാവ ഗുണത്താൽ സന്തുഷ്ടന്മാരായ മഹർഷിമാര് അദ്ദേഹത്തിന് പൂർണ്ണ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവിടെ നിന്നും അവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ തന്ത്രത്തിലെ അതുപോലെ വൈദിക ധർമ്മത്തിലെ ആചാരമാണ് നമ്മള് ഹോമങ്ങളും യാഗങ്ങളും പൂജകളൊക്കെ ചെയ്യുമ്പോൾ ആവാഹനമുണ്ട്. ആവാഹനത്തിന്റെ ശരിയായിരിക്കുന്ന രഹസ്യവും മഹത്വവും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സദാചാരി, ഒരു ധർമ്മിഷ്ഠൻ, ധർമ്മനിഷ്ഠയുള്ള ആള് ആ വിധിപ്രകാരം ആവാഹിച്ചു കഴിഞ്ഞാൽ എന്താണോ ആവാഹിക്കുന്നത് അത് സംഭവിക്കുക. അങ്ങനെയാണ് ഈ ആളുകളില് ദോഷത്തെയും ഒക്കെ ആവാഹിച്ചെടുത്ത് മാറ്റുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന് വാസ്തവത്തില് തപസ് വേണം, ഉപാസന വേണം, ശക്തി വേണം. അല്ലാതെ പ്രാകൃതന്മാരെ പോലെ പരവഞ്ചന ചെയ്യുവാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും കുറച്ചെന്തെങ്കിലും കണ്ടോ കേട്ടോ വായിച്ചോ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഞാനും ഒരു ആചാര്യനാണ്, ഗുരുവാണ്, തന്ത്രിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാൾ ദോഷത്തെയാണ് ചെയ്യുക. നമ്മൾ നമ്മുടെ ധർമ്മം മനസ്സിലാക്കുക, ആ ധർമ്മത്തെ ആചരിക്കുക. ഇവിടെ കണ്ടില്ലേ, ഇപ്പോ ദേവന്മാര് തമ്മിൽ ഇന്ദ്രനും വിഷ്ണുവിന്റെ അവതാരമായ പൃഥുവും തമ്മിൽ തന്നെ വലിയതായ കലഹം, ആപത്തുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുക. ബ്രഹ്മദേവൻ തക്കതായ സന്ദർഭത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പൃഥു ഇന്ദ്രനെ വധിക്കുമായിരുന്നു. എന്തായാലും ഇപ്പൊ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഈ ദേവന്മാര് പോലും, സത്വഗുണികളായിരിക്കുന്ന ദേവന്മാര് പോലും ശരീരത്തില് തുടരുമ്പോൾ മത്സരബുദ്ധിയോടുകൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
അപ്പൊ ഈ മനുഷ്യജന്മത്തിന്റെ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത മറ്റൊരു ദേഹത്തിൽ ഇരുന്നു കൊണ്ടും ആർജിക്കുവാൻ സാധിക്കാത്ത മോക്ഷം ആർജിക്കുവാൻ പറ്റുമെന്നുള്ളതാണ്. അത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം. മോക്ഷത്തിന് വേണ്ടി ജീവിതത്തെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള 4 ആശ്രമങ്ങളിലെ ധർമ്മത്തെ നമ്മൾ യഥാവിധി ആചരിക്കുക തന്നെ വേണം. ബ്രഹ്മചര്യവും സന്യാസവുമാണ് വാസ്തവത്തിൽ വിധിച്ചിട്ടുള്ളതെങ്കിലും അതിലെല്ലാവർക്കും തുടരുവാൻ പറ്റാത്തത് കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥാശ്രമവും കൂടി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതാത് ആശ്രമത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ധർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട് ജീവിതം തുടരുവാനുള്ള വിവേകം കാണിക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അങ്ങനെ പൃഥുമഹാരാജാവിന്റെ മനോഗുണത്താൽ സന്തുഷ്ടനായ ഭഗവാൻ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: യാഗവിഘ്നം ചെയ്ത ഇന്ദ്രനോട് അങ്ങ് ക്ഷമിക്കണം. അങ്ങയെപ്പോലെ സദ്ഗുണസമ്പന്നന്മാർ ഒരിക്കലും ക്രോധാദികൾക്ക് അടിമപ്പെടുവാൻ പാടുകയില്ല, അടിമപ്പെടുകയുമില്ല. ദേഹഗേഹാദികളിൽ ഞാനെന്നും എന്റേതെന്നുള്ള മമത കൂടാതെ സ്വധർമ്മം ചെയ്യുന്ന ഒരാളിൽ ഞാൻ സംപ്രീതനാണ്. രാജാവായ അങ്ങയുടെ സ്വധർമ്മം പ്രജാപാലനമാണ്. പ്രജകളെ കൊണ്ട് ധർമ്മം ചെയ്യിക്കുന്ന ഒരു രാജാവിനെ പ്രജകൾ ചെയ്യുന്ന ധർമ്മത്തിന്റെ ഒരു അംശം സിദ്ധിക്കും. പ്രജകൾ പാപം ചെയ്താലോ അതിൻ്റെയും ഒരംശം രാജാവിനെ അനുഭവിക്കേണ്ടി വരും. അങ്ങിപ്പോൾ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യഭാരം ഗുരുജനങ്ങളുടെ ഉപദേശമനുസരിച്ച് ചെയ്യുന്ന അങ്ങേക്ക് ചിത്തശുദ്ധി ലഭിക്കുകയും സനകാദികളിൽ നിന്ന് ആത്മജ്ഞാനം ബോധിക്കുവാനുള്ള ഉപദേശം ശ്രവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുവഴി അങ്ങ് നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അങ്ങേക്ക് മോക്ഷവും കൈവല്യവും സാധ്യമായി തീരും. ഇനി അങ്ങേക്ക് എന്താണ് ഇഷ്ടമുള്ള വരം അത് എന്നിൽ നിന്നും ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് പറയുകയാണ്. ഭഗവാൻ തുടർന്ന് പറഞ്ഞു: യോഗയാഗാദികളെ കൊണ്ടൊന്നും എളുപ്പത്തിൽ പ്രസാദിക്കാത്ത ഞാൻ അങ്ങയുടെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രം പ്രസാദിച്ചിരിക്കുന്നു. ഇത്രയും ഭഗവാൻ അരുളി ചെയ്തപ്പോൾ ദേവേന്ദ്രൻ ലജ്ജിച്ച് രാജാവിനെ വീണ് നമസ്കരിച്ചു. രാജാവ് ഇന്ദ്രനെ എഴുന്നേൽപ്പിച്ചു. പ്രേമത്തോടെ ആലിംഗനം ചെയ്തു. അവർ തമ്മിൽ പരമസുഹൃത്തുക്കളായി. പിന്നീട് പൃഥ്വിരാജാവ് ഭഗവാനെ വീണ് വണങ്ങി ഗദ്ഗതത്തോടുകൂടി പറയുവാൻ തുടങ്ങി: എന്തിരുവടിയുടെ കയ്യിൽ നിന്നും വിവേകമുള്ളവർ വരം മേടിക്കുകയല്ല. നരകത്തിലും സുലഭമായ ലൗകിക സുഖങ്ങൾ അടിയന് ആവശ്യമില്ല. എന്തിരുവടിയുടെ ഭക്തന്മാരിൽ നിന്നും അനവരതം നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന കഥാമൃതിനെ എല്ലായ്പ്പോഴും കേൾക്കാറാകണം. അതിനായി എനിക്ക് അങ്ങ് ഒരു 10,000 ചെവി തന്ന് അനുഗ്രഹിക്കണമേ. അതാണ്. അപ്പൊ നമ്മളെന്താണ്, നമ്മുടെ പക്ഷത്തെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അധർമ്മമാണെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മുഖസ്തുതി പറയുന്ന ആളുകളുടെ സത്സംഗം നമ്മൾ കണ്ണും വിഴിച്ച് ചെവിയും കൂർപ്പിച്ച് ശ്രവിക്കും. എന്നാൽ ധർമ്മശാസ്ത്രങ്ങളും അർത്ഥശാസ്ത്രങ്ങളും അതുപോലെ ആത്മീയ ശാസ്ത്രങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്ന യഥാർത്ഥ ധർമ്മം കലർപ്പില്ലാതെ പറയുന്നവരുടെ ശാസ്ത്ര ശ്രവണം കേൾക്കുമ്പോഴോ നമ്മൾ നെറ്റി ചുളിക്കുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. കാരണം അത് കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ
സ്വയം ഉണ്ടാവുകയാണ്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എന്നാൽ അപ്പോഴെങ്കിലും 100% ധർമ്മത്തിലേക്ക് വരണമെന്നോ അത് ആചരിക്കണമെന്നോ ഉള്ളൊരു സങ്കല്പമല്ല അല്പന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ നമുക്ക് ജന്മം ലഭിച്ചിരിക്കുന്നത് അറിയേണ്ടത് അറിയുവാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജീവിതം തരണം. കണ്ടില്ലേ, ഇവിടെ ആ പൃഥു മഹാരാജ പറയുമ്പോൾ ഭഗവാന്റെ അവതാരമാണ്. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹം ഈ സത്സംഗത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഭാഗവത ധ്യാനം, അല്ലെങ്കിൽ ഭാഗവത സപ്താഹം, ഗീത, അതുപോലെയുള്ള ജ്ഞാനയജ്ഞങ്ങളൊക്കെ ശ്രവിക്കുമ്പോൾ നവം 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 രസമാണ് ഒരു സദാചാരിക്ക് അനുഭവവേദ്യമാകുക. എത്ര കേട്ടാലും, എവിടുന്ന് കേട്ടാലും, ആരിൽ നിന്ന് കേട്ടാലും ദുരാത്മാവാണ് ഭഗവത് മഹിമ പറയുന്നതെങ്കിലും ആ പറച്ചിലും ആനന്ദം അനുഭവിക്കുന്നവനാണ് യഥാർത്ഥ വിവേകി, സദാചാരി. പറയുന്നത് സത്യത്തെക്കുറിച്ചാണ്, ഈശ്വരനെക്കുറിച്ചാണ്. ഈശ്വരനെക്കുറിച്ച് ശിഷ്ടൻ പറഞ്ഞാലും ദുഷ്ടൻ പറഞ്ഞാലും ആർക്കും ശ്രവിക്കാം. എനിക്ക് ചെവി തന്ന് അനുഗ്രഹിക്കുക, അനേകം 10,000 ചെവികള് കഥകൾ കേൾക്കുവാൻ, അല്ലാതെ അടിയന വരങ്ങൾ തന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിച്ചു വിടരുതേ. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ പോലെ അവിടുത്തെ തൃപ്പാദ പൂജ എപ്പോഴും ചെയ്യുമാറാകണം. പൃഥ്വിരാജാവിന്റെ ഭക്തിപാരവശ്യത്തോടുകൂടിയ പ്രാർത്ഥന കേട്ട് പരമസന്തുഷ്ടനായ ഭഗവാൻ തഥാസ്തു, അപ്രകാരം തന്നെ ഭവിക്കട്ടെ എന്ന് അരുളി ചെയ്ത് അനുഗ്രഹിച്ച്, ഭക്തോത്തമനായ പൃഥുവിനെ പിരിഞ്ഞു പോവാനുള്ള വിഷമം കൊണ്ടാണോ എന്ന് തോന്നുമാറ് ഭക്തഹൃദയവാസിയായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് അന്തർദാനവും ചെയ്തു. അതാണ് നമ്മളിവിടെ അറിയേണ്ടത്. ഇവിടെ ഭഗവാൻ കാരണം നിർഗുണവും നിരാകാരവും നിശ്ചലവുമായിരിക്കുന്ന ആത്മസത്തയിൽ സൃഷ്ടി ഉണ്ടായോ സൃഷ്ടി ഉണ്ടായില്ലയോ എന്നുള്ള തർക്കം ലോകാരംഭം മുതലേ ആരംഭിച്ചിട്ടുള്ളതാണ്. അത് ഈശ്വരനിൽ നിന്നാണെന്നും ഈശ്വരനിൽ അല്ലെന്നുമുള്ള പ്രമാണങ്ങൾ അതാത് വാദഗതികളിൽ ഏർപ്പെടുന്നവർക്ക് സമർത്ഥിക്കുവാനും സാധിക്കും. ഇവിടെ വൈഷ്ണവമായ വൈദികമായ സംസ്കാരത്തിൽ നമ്മൾ ആ സച്ചിദാനന്ദ പരം ബ്രഹ്മ പൊരുളിനെ വിഷ്ണു ഭഗവാൻ എന്ന് പറയുകയാണ്. ആ വിഷ്ണു ഭഗവാന്റെ അംശമായിട്ടാണ് പൃഥു മഹാരാജാവും ഇവിടെ അവതരിച്ചിരിക്കുന്നതും അങ്ങനെ രാജഭരണം നടത്തുന്നതും. അങ്ങനെയുള്ള ഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്നതുകൊണ്ട്, പരിമിതപ്പെട്ടതുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ എന്താണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തന്റെ പരമാത്മ ചൈതന്യത്തെ പ്രവേശിപ്പിച്ചുകൊണ്ട് എന്നാണ്. ഇനി നമുക്ക് ഈ കാമപ്രകരണമായിരിക്കുന്ന പൃഥുവിന്റെ ചരിത്രത്തിൽ നിന്നും പൃഥുവിന് സനകാദി ഋഷീശ്വരന്മാർ കൊടുക്കുന്ന, ആദ്യ സന്യാസിമാർ കൊടുക്കുന്ന ആത്മോപദേശവും അതുപോലെയുള്ള ഭാഗങ്ങളും കൂടിയാണ് ഇനിയും നമുക്ക് ഈ പൃഥുചരിത്രത്തിൽ പരിശോധിക്കുവാനായിട്ടുള്ളത്. ആയതിനായിട്ട് ആരംഭിക്കാം.